നമസ്കാരം. ഈ പാർത്രിയാക്കീസുകാർ ഒരു മതമോ സഭയോ അഥവാ മാഫിയ സംഘമോ? സംശയം കൊണ്ട് ചോദിച്ചതാ. തമിഴ്നാട്ടിൽ ഒരു തിരുട്ട് ഗ്രാമവും കുറുവ സംഘവും ഉണ്ട്. വടക്കേ ഇന്ത്യയിൽ പണ്ട് തഗ്ഗി എന്നൊരു കൊള്ള സംഘവും ഉണ്ടായിരുന്നു. തഗ്ഗി സംഘം മനുഷ്യക്കൂട്ടരെ ടവൽ കഴുത്തിൽ കുരുക്കി വധിച്ച് പണം മോഷ്ടിക്കുന്നതാണ് അവരുടെ രീതി. അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്. കൊള്ളയ്ക്ക് മുമ്പ് അവർ പൂജകൾ നടത്തുന്നു. തമിഴ്നാട്ടിലെ തിരുട്ടു സംഘവും ഭവനഭേദനം നടത്താൻ പൂജകൾ നടത്തും. തഗ്ഗിയും തിരുട്ടും മതമാണോ? മതലക്ഷണങ്ങൾ ഉള്ള കവർച്ചാ സംഘങ്ങളാണ് വികടന്മാർ. ഇതേപോലെ തന്നെ മതലക്ഷണങ്ങൾ ഉള്ള മാഫിയ സംഘമാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഇവരുടെ മുഖ്യ പുരോഹിതർ കള്ളപ്പണം വെളുപ്പിക്കൽ റിയൽ എസ്റ്റേറ്റ് ദല്ലാൽമാരൊക്കെയാണ്. പല മെത്രാന്മാർക്കും സ്വന്തമായി ഒരു ഗുണ്ടാ സംഘം തന്നെയുണ്ട്. പലരും ബലഹീനരും പാപികളുമാണ്. പുത്തൻകുരിശ് പള്ളിയിലെ പള്ളി മാഫിയയിൽ പണ്ടൊക്കെ ചില സുകുമാര കലാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാണാൻ ഈ പള്ളി മാളികയുടെ സമീപത്തുള്ള കപ്പളത്തിൽ വലിഞ്ഞു കയറി ജനാലയുടെ രംഗനിരീക്ഷണം നടത്തിയ ഒരു വിദ്വാൻ അടിമകളുടെ നേതാവാണ്. തൃക്കുന്നത്ത് സെമിനാരി കൊള്ളയിട്ട സംഭവം ഓർക്കുന്നതും നല്ലതാണ്. പെരുമ്പാവൂരിലെ 2 കൊലപാതകങ്ങളുടെ ആസൂത്രികൻ ആരാണെന്നും അന്വേഷിച്ച് അധികം അലയണ്ട. പത്മവ്യൂഹത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ കോടികൾ മുടക്കി മധുരയും മധുരാക്ഷിയും നടത്തിയെന്നൊക്കെ നാട്ടിൽ പാട്ടാണ്. കള്ളപ്പണക്കാരുടെ പണം കൊണ്ട് വിദ്യാലയങ്ങൾ നിർമ്മിച്ച് പാകമായി കഴിയുമ്പോൾ അത് അവർക്ക് തിരികെ നൽകുന്ന മെത്രാനും നേതാവാണ്. റിയൽ എസ്റ്റേറ്റ്, വണ്ടിക്കച്ചവടം തുടങ്ങിയവയിൽ ഈ മെത്രാന്മാരൊക്കെ ഉസ്താദുക്കളാണ്. പണ്ട് മലങ്കര സഭയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദേവലോകത്തേക്ക് വണ്ടി കയറിയപ്പോൾ ഏതോ ഒരു ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത സംഭവം അന്ന് അങ്ങാടിയിൽ പാട്ടായിരുന്നു. ഇന്നും ഒളിക്യാമറകൾ നിർത്തിയാൽ സത്യം പറയും. മലങ്കരയിലെ ഒരു പരിശുദ്ധന്റെ കുടുംബത്തിലെ അംഗമെന്ന് പറയുന്നു എങ്കിലും അതിന്റെ ഏതയലത്തും കൂടി പോയിട്ടില്ല എന്നതാണ് കരക്കമ്പി. ഇതെല്ലാം ബിസിനസിന് മൈലേജ് കിട്ടാൻ വേണ്ടിയുള്ള ഡൂക്ക് വേലയാണെന്ന് അരമനയുടെ അകത്തളത്തിൽ അടക്കം പറയുന്നത്. ഇവരൊക്കെ നിലനിൽപ്പിനായി 1934 ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ച് ഹൈക്കോടതിയിൽ രേഖാമൂലം എഴുതി കൊടുത്ത ജഗജില്ലികളാണ്. അന്ന് ഒറിജിനൽ രജിസ്ട്രേഷൻ ഒന്നും പ്രശ്നമായിരുന്നില്ല. ഇവരെല്ലാം നിന്ന നിൽപ്പിൽ സമ്മർ സോട്ടടിച്ചു. ഒരു മനസാക്ഷി കുത്തുമില്ല. നല്ല അഭിനേതാക്കളാണ്. മുളന്തുരുത്തിൽ സ്വന്തം വിശ്വാസികളെ പെരുവഴിയിലാക്കി. അവർ കൊച്ചിവക സ്ഥലത്ത് പള്ളി പണിയാൻ ശ്രമിച്ചപ്പോൾ ദല്ലാളായി. ഇനിയുമുണ്ട് അടക്കം പറയുന്ന കഥകൾ.